പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. വാൽമീകി രാമായണം ഗദ്യം. രാമന്റെ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. രാമായണ തത്വവിചാരം. കാട്ടിലേക്ക് എത്തിപ്പെടുകയാണ് മൂവരും, രാമനും സീതയും ലക്ഷ്മണനും. എന്നാൽ ഈ സമയത്താണ് 7 ദിവസം യാത്ര ചെയ്തിട്ടാണ് കേകയ രാജ്യത്ത് നിന്ന് അയോധ്യക്ക് വരേണ്ടത്. ഭരതനും ശത്രുഘ്നനും അയോധ്യയിലേക്ക് തിരിച്ചു വരികയാണ്. ഒരു അടിയന്തര സന്ദേശം അവർക്ക് ലഭിക്കപ്പെട്ടു. ആ സന്ദേശം അച്ഛൻ്റെ മരണമായിരുന്നു. ദശരഥ മഹാരാജാവ് മരിച്ചു വീണു. രാമ രാമ എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചു വീണു. താപസന്റെ ശാപം. പുത്രനെ ഓർത്തോർത്ത് ഞങ്ങൾ മരിച്ചതുപോലെ നീയും മരിക്കും. ആനവെള്ളം കുടിക്കുന്നതാണെന്ന് തെറ്റിദ്ധരിച്ച് ദശരഥ മഹാരാജാവ് അമ്പെയ്തപ്പോൾ അത് മുനികുമാരന്റെ നെഞ്ചിൽ ചെന്ന് തറക്കുകയും നിഷ്കരുണം മരണപ്പെടുകയും ചെയ്തതും അവിടെ വെച്ച് ആ താപസന്മാര് മാതാപിതാക്കന്മാര് ശപിച്ച കഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. ആ ശാപം ഫലിച്ചിരിക്കുന്നു. ശാപം ഫലിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഒരാളുടെയും ശാപത്തെ സ്വന്തമാക്കരുത്. നമ്മൾ ചിന്തിക്കും, ഈ ശാപമൊക്കെ ഫലിക്കുമോ? നമ്മൾ ഒരാളോട് വളരെ വളരെ തെറ്റായ ഒരു കാര്യം ചെയ്താൽ ആ തെറ്റായ കാര്യം ചെയ്ത വ്യക്തിയെക്കുറിച്ച് അതനുഭവിച്ച വ്യക്തി മനസ്സുരുകി നെഞ്ചുരുകി അദ്ദേഹം പറയുകയാണ് നശിച്ചു പോകുമെന്ന്. തൽക്കാലം നമുക്ക് അഭിവൃദ്ധിയെല്ലാം ഉണ്ടാകുമെങ്കിലും ആത്യന്തികമായി നാം നശിച്ചു പോകും. അതുകൊണ്ടാണ് ശാപത്തെ സ്വീകരിക്കുവാൻ ദേവന്മാര് പോലും ഭയപ്പെടുന്നത്. താപസന്മാര് ദുർവാസ മഹർഷിയെ പോലെയുള്ള ആളുകൾ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തിന് ശപിച്ചു കളയും. അങ്ങനെ ശപിച്ചു കളയുമ്പോൾ അവരുടെ ശാപത്തിന് ഫലം കിട്ടുന്നത് അവർ താപസന്മാരാണ്. നിസ്വാർത്ഥമായിട്ട് അവർ തപസ് ചെയ്തു, ലോകഹിതാർത്ഥം പ്രവർത്തിച്ചു എന്നതുകൊണ്ടാണ് അവരുടെ തപസ്സിന് ശക്തി ഉണ്ടാകുന്നത്, അവരുടെ ശാപത്തിനും ശക്തി ഉണ്ടാകുന്നത്. ആയതിനാൽ ശാപം ഫലിച്ചു. പുത്രദുഃഖത്താൽ ഹൃദയം നീറി അദ്ദേഹം ഹൃദയം സ്തംഭനം വന്ന് മരിച്ചുപോയി. ഈ സമയത്താണ് സന്ദേശവുമായി കേകയ രാജ്യത്തേക്ക് ദൂതൻ പോകുന്നതും തിരിച്ച് ഭരതനും ശത്രുഘ്നനും അയോധ്യയിലേക്ക് കോസല രാജ്യത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ കണ്ട കാഴ്ച. മരണവീട് പോലെ ശൂന്യമായി കിടക്കുന്ന ദുഃഖം ഘനീഭവിച്ച മുഖവുമായി കരയുന്ന ഗ്രാമീണരെ കണ്ടപ്പോ തൻ്റെ രാജ്യത്തിന് എന്തോ ഒരു പന്തികേട് പറ്റിയിരിക്കുന്നു എന്ന് ഭരതന് മനസ്സിലായി. ഭരതൻ അതിവേഗം കുതിരയോടിച്ച് അമ്മയുടെ അന്തഃപുരത്തിലേക്ക് ഓടിക്കേറുകയാണ്. അച്ഛനെവിടെ, രാമനെവിടെ എന്ന് ചോദിച്ചിട്ട്. ഈ സമയത്ത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണവർ. കോപാകുലനായ ശത്രുഘ്നൻ മന്ദരയുടെ മുടിക്ക് വലിച്ചിട്ട് മന്ദരയുടെ കഴുത്ത് ആഞ്ഞു വെട്ടാൻ നോക്കുമ്പോൾ ഭരതൻ പറയുകയാണ്, അരുത് അരുത്, അത് ജ്യേഷ്ഠന് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. ഭരതന്റെ, ലക്ഷ്മണന്റെ, ശത്രുഘ്നന്റെ ധാർമ്മിക ബോധത്തിന്റെ അളവുകോൽ രാമനായിരുന്നു. രാമൻ അതിഷ്ടപ്പെടില്ല. അമ്മയുടെ പരിചാരികയാണവൾ. അവൾ ദുഷ്ടയാണെങ്കിലും അമ്മയുടെ പരിചാരികയാണ്. ആയതിനാൽ അവളെ കൊല്ലുന്നത് രാമൻ ഇഷ്ടപ്പെടില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ശത്രുഘ്നൻ ചെയ്യുന്നത്. ഇവിടെയാണ് ജ്യേഷ്ഠ സഹോദരന്മാർ തമ്മിലുള്ള ആ ഉയർന്ന ബന്ധവും രാജ്യം മുഴുവൻ ഒന്നും അറിയാതെ ലഭിക്കുകയാണ് ഭരതന്. ഭരതൻ ആഗ്രഹിച്ചില്ലെങ്കിൽ കൂടി ഭരതൻ തിരിച്ചെത്തുമ്പോൾ ആ മഹാരാജ്യത്തിലെ രാജാവായിട്ട് ഭരതനേ ഉള്ളൂ. മറ്റൊരാളുമില്ല. അച്ഛനില്ല, ജ്യേഷ്ഠനും അവിടെ ഇല്ല. ആകെയുള്ളത് ഭരതനും ശത്രുഘ്നനുമാണ്. ഇവിടെ ഭരതന് യാതൊരു അലോസരവുമില്ലാതെ രാജ്യം ഭരിക്കാമായിരുന്നു. പക്ഷേ തൻ്റെ ജ്യേഷ്ഠനെ ചതിയിലൂടെ പറഞ്ഞയച്ച അമ്മയോട് വളരെ പരുഷമായ രീതിയിൽ സംസാരിക്കുന്നു. മാതൃദേവോ ഭവ, അമ്മയാണ് ഒന്നാമത്തെ ദൈവം. എങ്കിൽ അമ്മയോട് ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ? അമ്മ ദൈവമാകണമെന്ന് അമ്മയും തീരുമാനിക്കണം. നമ്മൾ പറയാറുണ്ട് വീട്ടിലെ വിളക്കാണ് സ്ത്രീ എന്ന്. വീട്ടിൽ വിളക്ക് വെക്കാൻ ആർക്കും പറ്റും. അതുകൊണ്ട് ഒരാളും വീട്ടിലെ വെളിച്ചമാവില്ല. വെളിച്ചം സത്യത്തിന്റെ, അറിവിന്റെ, ജ്ഞാനത്തിന്റെ പ്രതീകമാണ്.
അതാവണം ആ വീട്ടിലെ സ്ത്രീ എന്ന സങ്കല്പത്തിലാണ് പറഞ്ഞത്. മാതൃദേവോ ഭവ എന്ന് പറഞ്ഞാൽ അമ്മ ദൈവമാണ്, ആരാധനയ്ക്ക് അർഹമാണ് എങ്കിൽ അമ്മ ദേവിയായി തീരണമെന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. ഉന്നതമായ മൂല്യങ്ങളിലൂടെ സ്വജീവിതത്തെ മാതൃകയാക്കിയിട്ട് മക്കൾക്ക് വഴികാട്ടിയാവണം ഒരു ശരിയായ അമ്മ എന്ന സങ്കല്പത്തിലാണ് അമ്മയെക്കുറിച്ച് ആ ഭാവം. ഇവിടെ കൗസല്യ ഒരു യഥാർത്ഥ അമ്മയായപ്പോൾ തൻ്റെ മകനോടുള്ള സ്വാർത്ഥതയിലും തനിക്ക് രാജമാതാകാവാനുള്ള അത്യാഗ്രഹത്തിലുമാണ് രാമനെ 14 കൊല്ലം കാട്ടിലേക്ക് പറഞ്ഞയക്കുന്നത്. പക്ഷേ ഭരതൻ പറയുകയാണ്, നിങ്ങളുടെ വയറ്റിൽ ജനിച്ചു പോയി ഞാൻ അപമാനിക്കപ്പെടുന്നു, നിങ്ങളുടെ വയറ്റിൽ ജനിച്ചു എന്നൊരു കാരണം കൊണ്ട്. അങ്ങനെ പരുഷമായ വാക്കുകളെ പറയുകയാണ് ഭരതൻ ചെയ്യുന്നത്. ഞാനിതാ പോവുകയാണ് കാട്ടിലേക്ക്, എൻ്റെ ജ്യേഷ്ഠനെയും പത്നിയെയും ലക്ഷ്മണനെയും കൂട്ടിയിട്ടേ എനിക്കിനി മടക്കമുള്ളൂ. തിരിച്ചു വരുമ്പോൾ ഈ മന്ദരെയും അമ്മയെയും ഈ കൊട്ടാരത്തിൽ കണ്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാമനെ തിരിച്ചു പിടിക്കുവാൻ വേണ്ടി ഭരതൻ കാട്ടിലേക്ക് യാത്ര ചെയ്യുന്നത്. ആ യാത്രയെക്കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം. ജയ് ശ്രീറാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.